ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ യാത്ര അറിയുന്നത് നെടുങ്ങായ ഫോറസ്റ്റിലേക്കാണ്. നമ്മളെ കുട്ടികളാണ്, ചെറുപ്പക്കാർ കുട്ടികളാണ്, നമ്മളെ മക്കളാണ്. എന്നിട്ട് നോക്കാം മൂസിനെ മലയണ്ണാനും വേഴാമ്പോഴും വലിപ്പം നോക്കാം. ഇതിലും വലുതെന്താ പിന്നെ മൂസിനെ വേണ്ട നമുക്ക്. കാടുമൂട് അങ്ങനെ കേസ് നമ്മൾ നെടുങ്ങായ എത്തിയിട്ടുണ്ട്. നെടുങ്ങായ ഫോറസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കവാടം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനുള്ളിൽ ടിക്കറ്റ് വേണം. ടിക്കറ്റ് 50, 25 അങ്ങനെ മുതിർന്നവർ, വിദ്യാർത്ഥികൾ അങ്ങനെ നല്ലൊരു ലിസ്റ്റിലുണ്ട്. ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കേസ് നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തൊക്കെ ഉണ്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ ഉള്ളിൽ ഇല്ലെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ കേസ് നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം കേസ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നെടുങ്ങായം ഫോറസ്റ്റ്. കളഞ്ഞോട്ടോ, കാളി തന്നെ നിർത്തേ 2-3 ഉണ്ട്. പോലെ വാടെ പോയിക്കോട്ടെ, സൈഡാക്കി കൊടുത്തടാ. സൈഡ് കിട്ടാ വാണ്ട പോയിക്കോട്ടെ. ഞങ്ങളിത് കാനിയും മൊയിലിനെയൊക്കെ കാണാൻ വേണ്ടി വന്നു. അല്ല ഓണടിച്ച് പോകാൻ വന്ന ആര് ശ്രദ്ധിച്ച് നിക്കണം. നിൽക്കുമ്പോ വണ്ടി എപ്പോഴും എടുക്കാൻ റെഡി. കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ എപ്പോഴും ഓഫായില്ലേ എന്തേലും എന്നെ കണ്ടിട്ട് ആനത്തുമ്പറെടുത്തേ അത് കിട്ടിക്കണോ? ആ തുമ്പറെടുക്കണേ ശ്രദ്ധിച്ചോണ്ടിട്ടോ. ആനത്തുമ്പറെടുക്കും. നെടുങ്ങായ ഫോറസ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ലാണ്. കണ്ടു നമ്മള് മൈസൂര് ആ റൂട്ടൊക്കെ ഫോറസ്റ്റ്. അത് വേറൊരു ടൈപ്പ് ഫോറസ്റ്റ്. അതിന്റെ കാതലൊക്കെ കുഞ്ഞാണിയ വെള്ളാന്ന് പറയണ ഫുള്ള് കാതല് ചുറുക്കന്നെ അതിന്റെ. ഇതൊന്നും എത്ര കൊല്ലങ്ങളിട്ടാലും നശിക്കൂലേ, ഇങ്ങനെ കടക്കും. സൈഡാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെ കാണാല്ലേ. അപ്പോൾ മക്കളെ ജസ്റ്റ് മിസ് കൊണ്ട് നമ്മൾ കഴിച്ചിലായതാണ്. ആ ഓരോ ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു ബാക്കിൽ കടന്ന് വെറുതെ ഓണടിച്ച് ആകെ നശിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പ്രഷറായിട്ടിട്ട് അത്യാവശ്യം അപ്പുറത്തോടെ സ്ഥലം ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് നമ്മൾ വണ്ടി സൈഡാക്കി കൊടുത്ത് എന്നിട്ടും കടന്ന് ബാക്ക് കടന്ന് വെറുതെ ഓണടിക്കുക. ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഈ മൃഗങ്ങളെ കാണുമ്പോൾ അധികം ഓണടിക്കാക്കുക. ഞങ്ങൾക്ക് ചിലപ്പോൾ തീരെ പറ്റിപ്പോണമെന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, ഒപ്പം വരുന്നവർക്കൊക്കെ ഒരു ഇതാണ്. ഓല ഓണടിച്ച് കാണും ഓല കഴിച്ചിട്ടായി പോവുകയും ചെയ്യും. അതിൻ്റെ ബാക്കിൽ വരുന്നവരാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരിക. അപ്പോൾ കേസ് നമ്മളെ നെടുങ്ങായം ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു പാലാണ് കേസ്. എത്ര കൊല്ലം പഴക്കമുണ്ട് നോക്കുക കേസ്. അന്നത്തെ കാലത്ത് ഇത്ര നല്ലൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം കേസ്. എന്തൊക്കെ പറഞ്ഞാൽ നല്ല കിടിലം ഒരു വ്യൂ തന്നെയാണ് ഇവിടെ, രക്ഷയില്ല. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാടിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ. അപ്പോൾ കേസ് ഇവിടെ ഒരു സായിപ്പിൻ്റെ ഒരു ശവക്കല്ലറയൊക്കെ ഉണ്ട്. കല്ലറയൊക്കെ ഒന്ന് പോയി കണ്ടു പോരാം.
ഈ ബോർഡുമ്മ കാണുന്നത് അയാളെ പേരാണെന്നാണ് തോന്നുന്നത്. ഇയാൾ സായിപ്പ് പുഴയിൽ മുങ്ങിയിട്ടാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വന്ന വരവിൽ ആ ഫ്രണ്ടത്തെ കല്ലുണ്ടപ്പോൾ ഞാൻ കരുതി അതാണ് കല്ലറ. അപ്പോൾ നേരെ ബാക്കോട്ട് തിരിഞ്ഞപ്പോൾ ശരിക്കുള്ള കല്ലറ നമ്മൾ കാണുന്നത്. അങ്ങനെ ഞാൻ തൊട്ട് ബാക്കിൽ. ഇപ്പോൾ കേസ് ഇതാണ് ലാസ്റ്റ് എൻഡിന് ഇതിൻ്റെ ആ ബോർഡിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. റൈറ്റ് സൈഡിലൊരു ആനപ്പന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനനെ തളക്കുന്നൊരു ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാട്ടാനൊക്കെ മരിക്കുന്നൊരു സ്ഥലം. ആനപ്പന്തി എന്ന് പറയുന്ന പേര് ഇതാണ്. അപ്പോൾ കേസ് അതുപോലെ തന്നെ ഇതിനുള്ളിൽ ചെറിയൊരു സ്കൂളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവർക്ക് പഠിക്കാനാണ്. അപ്പോൾ കേസ് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന പോക്കിൽ നമ്മളെ ആന കുത്താൻ വന്ന ആന കുറച്ച് പുറത്തേക്ക് മാറിയിട്ടുണ്ട് റോഡിൻ്റെ ഇക്കരമ്പേക്ക്. അപ്പോൾ കേസ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.